ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ ISROയെ കുറിച്ച് പറഞ്ഞു, ISROയുടെ ചെയർമാന്മാരെ കുറിച്ചുമൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ISRO ആസ്ഥാനങ്ങൾ, ISROയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് നേരെ എങ്ങോട്ട് കിടക്കാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു ISROയുടെ ആസ്ഥാനങ്ങൾ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ ബംഗളൂരു. അന്തരീക്ഷ ഭവൻ ബംഗളൂരു ആണ് ISROയുടെ ആസ്ഥാനം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO. ആൻസർ അന്തരീക്ഷ ഭവൻ ബംഗളൂരു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? തുമ്പ. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO. ആൻസർ തുമ്പ, ട്രിവാൻഡ്രം. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO തുമ്പ, ട്രിവാൻഡ്രം. അതുപോലെ തന്നെ ISROയുടെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ അതെവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഒരു പേരിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ. ആൻസർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ. ആൻസർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അതുപോലെ തന്നെ കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഈസ് ഓൾസോ നോൺ ആസ് കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ISROയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ISROയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാന്ദിപൂർ, ഒഡീഷ. ചാന്ദിപൂർ, ഒഡീഷയിലാണ് ISROയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO. ആൻസർ ചാന്ദിപൂർ. അതെവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ISROയുടെ ബഹിരാകാശ റിസർച്ച് സെന്റർ എവിടെയാണ്? ISROയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. എവിടെയാണ്? അഹമ്മദാബാദിലാണ്. ISROയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. സ്പേസ് റിസർച്ച് സെന്റർ ഓഫ് ISRO. ആൻസർ അഹമ്മദാബാദ്, ഗുജറാത്ത്. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ISROയുടെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഹസൻ, കർണാടക. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ ഓഫ് ISRO. ആൻസർ ഹസൻ, കർണാടക. ഹസൻ എവിടെയാണ്? കർണാടകത്തിലാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുന്നത് ISROയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിച്ച സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച എവിടുന്ന? ആ കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന എവിടുന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. അതുപോലെ പറയുകയാണെങ്കിൽ ISROയുടെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ എഡ്യൂസാറ്റ്. എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ എഡ്യൂസാറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? മെറ്റ്സാറ്റ് ആണ്. വെതർ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ മെറ്റ്സാറ്റ്. വെതർ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? മെറ്റ്സാറ്റ് ആണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, വളരെ പരീക്ഷ ചോദ്യം സാധ്യത ക്വസ്റ്റ്യനാണ്. ISROയുടെ സമുദ്രവുമായി ബന്ധപ്പെട്ട കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഓഷ്യൻ സാറ്റ്. ഓഷ്യാനോ സാറ്റ് അല്ലെങ്കിൽ ഓഷ്യൻ സാറ്റ്.
ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിലേറ്റഡ് ടു ഓഷ്യൻ. ആൻസർ ഓഷ്യാനോസാറ്റ്. അതുപോലെ ISROയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? ആപ്പിള്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ ആപ്പിള്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഗൂഗിൾ എർത്തിന്റെ മാതൃകയിൽ ISRO നിർമ്മിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? ഭുവൻ സോഫ്റ്റ്വെയർ ആണ്. ഭുവൻ സോഫ്റ്റ്വെയർ ആണ്. The software developed by ISRO on the model of Google Earth. Answer ഭുവൻ സോഫ്റ്റ്വെയർ. ഭുവൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ISROയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ചന്ദ്രയാനും മംഗൾയാനും അതുപോലെ ചന്ദ്രയാൻ സെക്കൻഡ് തേർഡ് അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്. ഏവർക്കും ഉപകാരപ്പെടുന്നതാണ്, ആർക്കും കാണാവുന്നതാണ്, ഇത് കേട്ട് പഠിക്കാവുന്നതാണ്. ഇത് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. എൻട്രൻസ് LLB എൻട്രൻസ് എക്സാമിന് മാത്രമല്ല മത്സര പരീക്ഷകൾ എഴുതുന്ന ഏത് സ്റ്റുഡൻസിനും ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുള്ളാണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഗുണം ലഭിക്കുകയുള്ളൂ. കാരണം ഒരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പം വീഡിയോ തുടർച്ചയായിട്ട് ഉണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകും, പഠനത്തിന് കണ്ടിന്യൂവേഷൻ ഉണ്ടാകും. അതും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി വേണം ISRO മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താൽ അത് കേൾക്കാനോ നിങ്ങൾക്ക് പഠിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കുറേശ്ശെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കാണുന്നവരെ തുടർച്ചയായിട്ട് കാണുക.